എനിക്ക് എൻ്റേതെന്ന് തോന്നുന്ന എന്തിനോടും ഒരു പൊസസീവ്നെസ്സാണ്. അത് ഒരു പേനയാവട്ടെ, ഒരു കമ്മലാവട്ടെ, എന്തായാലും എനിക്ക് അതിൽ വേറെ ആരും കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ അച്ഛൻ ചെറുതായിട്ട് കുടിക്കുന്ന ഒരാളാണ്. രാത്രി കുടിച്ചുകൊണ്ടൊക്കെ വരും. അപ്പോൾ എനിക്ക് കുടിക്കുന്ന ആളെ ഒട്ടും ഇഷ്ടമല്ല, വെറുപ്പാണ്. പക്ഷെ അല്ലാത്ത സമയത്ത് അയാൾ നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചാണ് എനിക്ക് കുടിക്കുകയും സിഗരറ്റ് വലിക്കുകയും ചെയ്യാത്ത വേറെ പെണ്ണുങ്ങളുടെ അടുത്ത് നിന്ന് പോകാത്ത ഒരുത്തനെ തന്നെ കിട്ടണേ ദൈവം പ്രാർത്ഥിച്ചാണ് എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടിയത്. പക്ഷേ ആ ഭർത്താവിൻ്റെ കുടുംബത്ത് സഹോദരങ്ങളും ബന്ധുക്കളുമൊക്കെ ചത്ത ആഘോഷം, ചാവാൻ കിടന്ന ആഘോഷം, ജനിച്ച ആഘോഷം, അങ്ങനെ ഓരോന്നിനും ആഘോഷം എന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി കുടിപ്പിക്കാൻ നോക്കും. ഇതാണ് എനിക്ക് ഏറ്റവും വലിയ ദേഷ്യം. അപ്പോഴേ നമ്മൾ റൂമിൽ കയറുമ്പം നമുക്ക് ഏത് നേരവും വഴക്കാണ് കുടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ അയാളങ്ങനെ ഏത് നേരം കുടിക്കുന്ന ഒരാളല്ല. ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പം ആരെങ്കിലും നിർബന്ധിച്ച് നിനക്ക് ധൈര്യം ഉണ്ടാടാ, നിനക്ക് അവളെ പേടിയാടാ എന്നൊക്കെ പറഞ്ഞ് പ്രകോപിപ്പിച്ച് കുടിപ്പിക്കും. ഇങ്ങനെയുള്ളവരോടത്ത് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റില്ലായിരുന്നു, നീയൊക്കെ നശിച്ച് കുടിച്ചും പെണ്ണ് പിടിച്ചും ഒക്കെ നീയൊക്കെ നശിച്ച് ബാക്കിയുള്ളവരെയും നശിപ്പിക്കാൻ വന്ന് എന്തിനടാ ഊളകളെ മൈകളെ എന്ന് പറയണമെന്ന് എനിക്ക് ആ നിമിഷത്തെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ എനിക്ക് ഒരു പേടിയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ അതിന് ശേഷം ഈ ആഘോഷങ്ങളിൽ കൂടുതൽ കൂട്ടുകൂടാൻ വിടാറില്ല. ഇതൊക്കെയാണ് ദേഷ്യത്തിൻ്റെ തുടക്കം. അതിന് ഒരാളെ ഇഷ്ടമില്ലാതാവുമ്പോൾ അയാളെപ്പറ്റി വ്യക്തിഹത്യ നടത്താൻ വേണ്ടി എല്ലാവരോടും നുണകൾ പറഞ്ഞു കൂട്ടി ചീട്ട് കുട്ടാരം പോലെ നുണകൾ പറഞ്ഞു കൂട്ടി വയ്ക്കുന്നവർ ഓർക്കുക, എന്നായാലും സത്യത്തിനാണ് വില. സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങളെ കൂടെ നിൽക്കുന്നവർ വരെ നിങ്ങളെ മനസ്സുകൊണ്ട് വെറുക്കുന്ന ഒരു കാലം വരും. അതുകൊണ്ട് നിങ്ങൾ ചീത്തയായിക്കോ ബാക്കിയുള്ളവരെ ചീത്തയാക്കാൻ നോക്കരുത്.